പ്രിയ വിദ്യാർത്ഥികളെ, NIOS ഹോം സയൻസിൻ്റെ ചാപ്റ്റർ 10 ആണ് നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത്. ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നത് അതിലെ രണ്ടാമത്തെ പാർട്ടാണ്. അതിന് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ നോക്കുക. ഇതിനു മുൻപ് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നോക്കിയിരുന്നു. ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതിലെ എന്താണ് അതിൻ്റെ മീനിങ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് മീൻസ് പ്ലാനിങ് ആൻഡ് യൂസിങ് ഫാമിലി റിസോഴ്സസ് കെയർഫുള്ളി. നമ്മുടെ ഫാമിലിയിലുള്ള റിസോഴ്സസ്, അത് പണമാകാം, സമയമാകാം, ഊർജ്ജമാകാം, നമ്മുടെ കഴിവുകളാവാം, അറിവാവാം, അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങളോ എക്യുപ്മെൻറ്റ്സോ മെഷീനറീസോ, അല്ലെങ്കിൽ നമ്മുടെ വീടോ, അല്ലെങ്കിൽ നമ്മുടെ പരിസരമോ, അതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നമ്മുടെ റിസോഴ്സാണ്. തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തുക, ശ്രദ്ധാപൂർവം എല്ലാ ആൾക്കാരുടെയും ക്ഷേമവും ലക്ഷ്യം നേടലും ഒക്കെ പ്രയോജനകരമായി നേടുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക. ഇതാണ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ചില കുടുംബങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാകും, സമയം പക്ഷേ തീരെ ഉണ്ടാവില്ല. അതായത് അച്ഛനും അമ്മയും നല്ല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, പക്ഷേ അവർക്ക് കുട്ടികൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഒരു റിസോഴ്സ് ഉണ്ടെങ്കിൽ മറ്റൊരു റിസോഴ്സ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. ഒരു റിസോഴ്സിൻ്റെ കാര്യത്തിൽ അവർ റിച്ച് ആണെങ്കിൽ മറ്റൊരു റിസോഴ്സിൻ്റെ കാര്യത്തിൽ അവർ പൂറാണെന്നർത്ഥം. ഇനി ചിലവർക്ക് സമയവും ഉണ്ടാവും, പണം ഉണ്ടാവും, പക്ഷേ ആരോഗ്യം തീരെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരെ രോഗികളോ മറ്റ് പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴറുന്നവരോ ഒക്കെ ആയിരിക്കാം. ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും പ്രധാനമാണല്ലോ. ഇനി ചിലപ്പോൾ ചില ആൾക്കാർക്ക് പ്രത്യേകം സ്കില്ലുണ്ടാവാം, നോളജ് ഉണ്ടാവാം. ഇങ്ങനെ ഉള്ള നമ്മുടെ ഫാമിലിയുടെ റിസോഴ്സസ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട് ബെനഫിഷ്യലായിട്ട് ഫാമിലിക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് അവൈലബിൾ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി ടു അച്ചീവ് ഡിസൈർഡ് ഗോൾസ്. ലഭ്യമായ വിഭവങ്ങൾ വളരെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്താണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? ഫാമിലിയിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെങ്കിലും അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ആ ബിസിനസ്സിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഗ്രഹിക്കുന്ന ഡിസൈഡ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അവിടെ എന്തൊക്കെ കാര്യങ്ങളപ്പോൾ ചെയ്യേണ്ടി വരും? ഫാമിലിയിൽ വർക്ക് ഓർഗനൈസ് ചെയ്യേണ്ടി വരും, വേസ്റ്റേജസ് ഒഴിവാക്കേണ്ടി വരും, സമയം മാനേജ് ചെയ്യേണ്ടി വരും, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ കുടുംബാംഗങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് ഒഴിവാക്കണം, അതായത് കോർഡിനേഷൻ വേണമെന്നർത്ഥം. ഒപ്പം തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു റോഡ് മാപ്പ് തന്നെ തയ്യാറാക്കണമെന്ന് പറയാം. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസിനെ സ്മൂത്തായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു റോഡ് മാപ്പ് തയ്യാറാക്കണം എന്നർത്ഥം. അപ്പോൾ ശരിയായ ഡയറക്ഷനിലായിരിക്കും എല്ലാവരുടെയും പോക്ക്, എല്ലാവരുടെയും പ്രവർത്തനം. ഇനി മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാനിങ്, ഡിസൈഡിങ് വാട്ട് നീഡ്സ് ടു ബി ഡൺ. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതെന്താണെന്ന് ഡിസൈഡ് ചെയ്യുക. ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ, അതെങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുക. ആൻഡ് വെൻ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്, എപ്പോഴത് പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കുക. ഇതാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്ലാനിങ്? അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലേ. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, അത്രയും ചിന്തിച്ചാൽ മതി. മുൻകൂട്ടി തീരുമാനിക്കുക, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ആസൂത്രണം, പ്ലാനിങ്. രണ്ടാമപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സാണോ പ്ലാനിങ് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓർഗനൈസിങ് ആണ്. വർക്ക് അറേഞ്ച് ചെയ്യൽ, റിസോഴ്സസ് അറേഞ്ച് ചെയ്യൽ, ഡ്യൂട്ടീസും മറ്റ് റെസ്പോൺസിബിലിറ്റീസൊക്കെ മെമ്പേഴ്സിന് അറേഞ്ച് ചെയ്ത് ഏൽപ്പിക്കൽ, മെറ്റീരിയൽസൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു വയ്ക്കൽ മുതൽ വർക്ക് സ്മൂത്താക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യലെന്ന് പറയാം. ഇനി പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ചെയ്താലും അത് നടപ്പിലാക്കണ്ടേ, എക്സിക്യൂട്ട് ചെയ്യണ്ടേ, ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും പ്ലാനുകൾ നടപ്പിലാകാനുള്ളവയാണ്, പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടവയാണ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടേണ്ടവയാണ്. സോ ക്യാരിയിങ് ഔട്ട് ദ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. എന്താണ് പ്രോസസ്സ് എന്ന് ഒരിക്കൽ കൂടി ഓർക്കണേ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ കംപ്ലീഷൻ ലെവൽ എത്തുള്ളൂ. അത് ഒറ്റയടിക്കാൻ ഒരു സ്വിച്ച് ഇട്ടാൽ ബൾബ് എത്തുന്ന പോലെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നൊരു കാര്യമല്ല മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടാസ്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ മാനേജ്മെൻറ്റ് എപ്പോഴും ഓർക്കുക, അത് ഒരു പെട്ടെന്നൊരു സ്വിച്ച് ഇട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്ന ഒരു യന്ത്രം പോലെയല്ല. അത് പല ഘട്ടങ്ങളിലൂടെയാണ് അതിൻ്റെ കംപ്ലീഷൻ എത്തുള്ളൂ മാനേജ്മെൻറ്റ്. സോ പ്ലാനിങ് ആണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഓർഗനൈസിങ്. മൂന്നാമത്തെ ഘട്ടം മാനേജ്മെൻറ്റിൻ്റെ മൂന്നാമത്തെ ഘട്ടം ഇംപ്ലിമെൻറ്റിംഗ് ആണ്. അതായത് വർക്ക് ക്യാരി ഔട്ട് ചെയ്യുക, പ്ലാൻ ചെയ്തത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. ദെൻ നാലാമത്തേത് കൺട്രോളിംഗ് ആണ്, അല്ലെങ്കിൽ ഈ കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ലക്ഷ്യം വെച്ച കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് നേടാൻ പറ്റിയോ
ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്തലുകൾ, ഭേദഗതികൾ, വരുത്തലുകൾ, പരിഷ്കാരങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റുകൾ വേണമോ എന്ന് അപ്പോൾ നിയന്ത്രിക്കുകയും പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അതിങ്ങനെ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നിയന്ത്രണവും നിർദ്ദേശം കൊടുക്കലും ഒക്കെ അപ്പോൾ ഇതുവരെയുള്ളത് പ്രവർത്തനം വിലയിരുത്തുക, പരിഷ്കാരം വേണമെങ്കിൽ അപ്പം തന്നെ പുതിയ ഓർഡർ കൊടുക്കുക, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടും കൺട്രോളിങ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോവുക. അപ്പോഴാണ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് വിജയകരമായിട്ട്, അങ്ങനെയാണല്ലോ നമ്മുടെ ഫാമിലിയെ ഗൈഡ് ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭരണം നടത്തുന്ന ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ. അപ്പം നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഫാമിലി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളത് തന്നെയാണ് അർത്ഥം. ഇനി നല്ല മാനേജ്മെൻറ്റിന് എന്തെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് അടുത്ത ഭാഗം. നല്ല മാനേജ്മെൻ്റ് ആണ് ഒരുപാട് പണം പാഴാക്കില്ല, മണി സേവ് ചെയ്യും, സമയവും സേവ് ചെയ്യും. അതുപോലെ സ്ട്രെസ്സ് കുറഞ്ഞ രീതിയിലായിരിക്കും ഫാമിലിയിൽ അനുഭവപ്പെടുക. വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഫാമിലി ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സക്സസ്ഫുൾ ആയിട്ട് ഫാമിലി ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നല്ലൊരു മാനേജ്മെൻറ്റ് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ എന്താണ്, പണം സേവ് ചെയ്യാൻ, നമുക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും, സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും, വേസ്റ്റേജസ് കുറയ്ക്കാൻ സാധിക്കും, നമ്മുടെ ജീവിത നിലവാരം ഉയരും, ഫാമിലിയുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യും വിജയകരമായി. ഇതൊക്കെയാണ്. ഇനി മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് യൂസിങ് അവൈലബിൾ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി, എന്താണ്, ലഭ്യമായ വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കലാണ്. എന്തിനാണ്? ടു അച്ചീവ് ഡിസൈഡ് ഗോൾസ്, നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ട് ഗുണം എന്താ? ഫാമിലീസിന് അവരുടെ വർക്ക് ഓർഗനൈസ് ചെയ്യാനും കൺഫ്യൂഷൻ കുറയ്ക്കാനും സഹായകരമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഇനി മാനേജ്മെൻറ്റ് പ്രോസസ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? പ്ലാനിംഗ് ഉണ്ട്. എന്താ പ്ലാനിങ്? മുൻകൂട്ടി തീരുമാനിക്കൽ അല്ലേ, ഡിസൈഡിങ് വർക്ക് ഇൻ അഡ്വാൻസ്. എന്താ അടുത്തത്? രണ്ടാമത്തത് ഓർഗനൈസിംഗ് ഉണ്ട്. എന്താ ഓർഗനൈസിങ്? അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ഡിവൈഡിങ് റെസ്പോൺസിബിലിറ്റീസ്. 3 കൺട്രോളിംഗ് ഉണ്ട്. എന്താ കൺട്രോളിംഗ്? ചെക്കിംഗ് വെദർ വർക്ക് ഇസ് ബീങ് ഡൺ പ്രോപ്പർലി, വർക്ക് ശരിയാവണ്ണമാണോ നടക്കുന്നതെന്ന് പരിശോധിക്കുകയും ഇല്ലെങ്കിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകലുമാണ് അല്ലേ. ചെക്കിങ്ങും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയും, അതൊക്കെയാണ് കൺട്രോളിങ്. ഇനി ഇവാലുവേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താർത്ഥം? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക റിസൾട്ട്, എന്നിട്ട് ഫ്യൂച്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക, അതാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നത്. ദെൻ നല്ല മാനേജ്മെൻറ്റ് കൊണ്ട് അപ്പോൾ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്? നമുക്ക് ടൈം സേവ് ചെയ്യാം, എനർജി സേവ് ചെയ്യാം, പണം സേവ് ചെയ്യാം. ഇതാണ് നല്ല മാനേജ്മെൻറ്റ് കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്ലാനിങ്, രണ്ടാമത്തെ ഓർഗനൈസിങ് അറിയാമല്ലോ. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം. പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എവിടെ മാനേജ്മെൻറ്റ്, ബിസിനസ്സിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എവിടെ മാനേജ്മെൻറ്റ് നടത്തിയാലും ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഏതാണ്? സ്റ്റെപ്പ് ഏതാണ്? പ്ലാനിങ് ആണ്. അതായത് ഡിസൈഡിങ് ബിഫോർ ഹാൻഡ് വാട്ട് വർക്ക് ഷുഡ് ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കൽ. ഇമ്പോർട്ടൻസ് നോക്കാം പ്ലാനിങ്ങിൻ്റെ. പ്ലാനിങ് നമ്മുടെ സമയവും ഊർജ്ജവും ലാഭിക്കുന്നു. ഇറ്റ് സേവ്സ് അവർ ടൈം ആൻഡ് എനർജി. പ്ലാനിങ് ഹെൽപ്സ് ഇൻ ഡൂയിങ് ദ റൈറ്റ് ടാസ്ക് അറ്റ് ദ റൈറ്റ് ടൈം വിച്ച് സേവ്സ് ബോത്ത് ടൈം ആൻഡ് എനർജി. രണ്ടാമത്തേതാണ് റിഡ്യൂസസ് വേസ്റ്റേജ്. ഗുഡ് പ്ലാനിങ് പ്രിവെൻറ്റ്സ് അൺനെസസറി യൂസ് ഓഫ് മണി, മെറ്റീരിയൽസ് ആൻഡ് അതർ റിസോഴ്സസ്. നല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള പണച്ചെലവ്, മെറ്റീരിയലിൻ്റെ പാഴാകൽ, മറ്റ് റിസോഴ്സസിൻ്റെ പാഴാകലെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നു. 3 അവോയ്ഡ്സ് കൺഫ്യൂഷൻ. പ്ലാനിങ് ബ്രിങ്സ് ക്ലാരിറ്റി അബൌട്ട് വാട്ട് ടു ഡു, ഹൗ ടു ഡു ആൻഡ് വെൻ ടു ഡു. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എല്ലാവർക്കും കിട്ടുന്നു. ഇതാണ് കൺഫ്യൂഷൻ ഒഴിവാകുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്ലാനിങ് നല്ലതല്ലേ? തീർച്ചയായും അതെ. ഇംപ്രൂവ്സ് ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൽ എല്ലാത്തിനെയും ക്രമീകരണം, ഓർഗനൈസിങ്, അറേഞ്ചിങ് ദ വർക്ക്, റിസോഴ്സസ് ആൻഡ് ടൈം എല്ലാം പ്രോപ്പർ വേയിലാകുന്നത്, അതാണ് ഓർഗനൈസ് ചെയ്യലെന്ന് പറഞ്ഞാൽ. ഇനി ഹെൽപ്സ് അച്ചീവ് ഗോൾസ് സ്മൂത്ത്ലി. നമുക്കൊരു ഫാമിലിക്ക് ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ അച്ചീവ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഉയരങ്ങളിലെത്താനായിട്ട്, അവരുടെ സ്വപ്നങ്ങൾ നേടാനായിട്ടൊക്കെ കുടുംബം സഹായിക്കുന്നത് അങ്ങനെയാണ്. പ്ലാനിങ് പ്രൊവൈഡ്സ് എ ക്ലിയർ പാത്ത് ടു റീച്ച് അവർ ഗോൾസ് ഈസിലി ആൻഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നല്ല പ്ലാനിങ് നമ്മുടെ ടൈം ആൻഡ് എനർജി സേവ് ചെയ്യുന്നു, നമ്മുടെ വേസ്റ്റേജസ് ഒന്നും ഉണ്ടാകുന്നില്ല, കൺഫ്യൂഷൻസ് കുറയ്ക്കുന്നു, ഓർഗനൈസേഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, ഗോൾസ് സ്മൂത്തായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസ്, നമ്മുടെ ഫാമിലിയിൽ വരുന്ന പ്ലാനിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും? നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക, അത് ഒരു എക്സാമ്പിളാണ്. പ്രിപ്പയറിങ് എ മന്ത്ലി ബഡ്ജറ്റ്. പ്ലാനിങ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസ് ടു എൻഷുർ വൈസ് യൂസ് ഓഫ് മണി ആൻഡ് അവോയ്ഡ് അവർ സ്പെൻഡിങ്. ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബുദ്ധിപരമായി പണം ചെലവാക്കാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കൽ അല്ലേ. പ്ലാനിങ് ഹൗസ് ഹോൾഡ് വർക്ക്, നമ്മുടെ വീട്ടിലെ നിത്യേനയുള്ള ജോലികൾ അത് പ്ലാൻ ചെയ്യുക, അതും അങ്ങനെ തന്നെയാണ്. ഡിസൈഡിങ് ആൻഡ് ഡിവൈഡിങ് ഡെയിലി ഓർ വീക്ക്ലി ഹൗസ് ഹോൾഡ് ടാസ്ക് ടു കീപ് ദ ഹോം ക്ലീൻ ആൻഡ് ഓർഗനൈസ്. അപ്പോൾ വീട് എപ്പോഴും, ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ എപ്പോഴും നീറ്റ് ആൻഡ് ഓർഡർ ആയിരിക്കും, ടൈഡി ആയിരിക്കും, എല്ലാം അതതിൻ്റെ പ്ലേസിൽ, ഒരു ചെരിഞ്ഞു പോലും ഇരിക്കില്ല, എല്ലാം നേരെ തന്നെ വെച്ചിട്ടുണ്ടാവും. എപ്പോഴും പൊടിയൊക്കെ തട്ടിയായിരിക്കും ടേബിളൊക്കെ ക്ലീൻ ആയി വെച്ചിരിക്കുക. ഇതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്കുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്തവരാണ് നടത്തുക. ഓർഗനൈസിങ് ഒരു നിരന്തരമായ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ടാണ്. ഇനി ഫാമിലിയുടെ ഈവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവും, വെഡിങ് ആനിവേഴ്സറി ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ഗ്യാതറിങ്സ് ഉണ്ടാവും. ഇതൊക്കെ ഈവൻറ്റുകളുടെ ഓർഗനൈസിങ് ആണ്. അത് ഒക്കെ നമുക്ക് എന്താണ് സ്മൂത്തായിട്ട് അറേഞ്ച് ചെയ്ത് പ്ലാൻ ചെയ്യാൻ സാധിക്കും. പ്ലാനിങ് ഇല്ലാണ്ട് പറ്റുമോ? തീർച്ചയായിട്ടും പ്ലാനിങ്. ഇനി നമ്മുടെ സ്റ്റഡി ടൈം പ്ലാൻ ചെയ്യുകയാണെങ്കിലോ തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഷെഡ്യൂളിങ് സ്റ്റഡി ടൈം, പ്ലാനിങ് സ്പെസിഫിക് ടൈം ഫോർ സ്റ്റഡി ആൻഡ് അസൈൻമെൻറ്റ്സ്, ഇംപ്രൂവ് ലേണിംഗ് ആൻഡ് മാനേജ് ടൈം വെൽ. സോ ഒരു ഗുഡ് പ്ലാൻ ഉണ്ടെങ്കിൽ ഫാമിലീസിന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു എന്നർത്ഥം. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനമെടുക്കലാണല്ലേ. ഡിസിഷൻ മേക്കിംഗ് മീൻസ് സെലക്ടിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. പ്ലാനിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്താണ് ഓർഗനൈസിങ് ആണ്, മൂന്നാമത്തെ എന്താണ് നമ്മൾ ഈ കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ്. സോ കുറേ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധ്യതകളുണ്ട് കുറേ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ. എല്ലാം കൂടി നടപ്പിലാക്കാൻ പറ്റില്ല. ഏറ്റവും നല്ല ഓപ്ഷനെ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അല്ലേ. പല പ്ലാനും പ്ലാൻ എയും ബിയും സിയും ഒക്കെ ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ പ്ലാൻ ബി ആയിരിക്കും നമുക്ക് നമ്മുടെ സിറ്റുവേഷനിൽ സ്യൂട്ടബിൾ ആവുക. നമ്മൾ ആ ഓൾട്ടർനേറ്റീവാണ് എടുക്കുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ചൂസ് ചെയ്യുക. സോ ഫാമിലീസ് മേക്ക് ഡിസിഷൻസ് എവറി ഡേ regarding food, education, savings, shopping and household activities. എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഫുഡ്, എഡ്യൂക്കേഷൻ, സേവിങ്സ്, ഷോപ്പിംഗ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി, ഇതിനെല്ലാത്തിനും എന്താണ് എവറി ഡേ ഡിസിഷൻസ് നമ്മൾ ഫാമിലികൾ എടുക്കാറുണ്ട്. നല്ല ഡിസിഷൻസ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? ഫാമിലി ഇൻകം, അതുപോലെ ഫാമിലി കൊടുക്കുന്ന പ്രയോറിറ്റീസിൻ്റെ മുൻഗണനകൾ ഏതൊക്കെയാണ്, നമ്മുടെ നീഡ്സ് ഏതൊക്കെയാണ്, വാല്യൂസ് ഏതൊക്കെയാണ്, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ്. നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഒരുപാടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ അഡ്മിഷൻ എടുക്കണമെന്നതിനെക്കുറിച്ച്, ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പണം കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ പണം കൊണ്ട് ചെയ്യാവുന്ന കോഴ്സുകളാണ് പഠിക്കുകയുള്ളൂ. സോ ഡിസിഷൻ എടുക്കൽ എപ്പോഴും നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ പണം മാത്രമല്ല, നമുക്ക് സമയവും നമ്മുടെ സാഹചര്യത്തിന് ഇണങ്ങണം. സോ ഫ്യൂച്ചർ ഗോൾസ്, ഭാവിയിൽ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതും ഒരു പ്രധാനമാണ്. അപ്പോൾ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുക? ഫാമിലി ഇൻകം, നീഡ് ആൻഡ് പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ സിസ്റ്റം. നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ലോക്കലായിട്ട് തന്നെയുള്ള ജോലികൾ തന്നെ എല്ലാവരും അടുത്തടുത്ത് കാണാൻ, എന്നും വരാനും വീട്ടിൽ വന്ന് പോകാനും ഒക്കെയുള്ള സൗകര്യമുള്ള ജോലികളെ തിരഞ്ഞെടുക്കുക. അതിനേക്കാളപ്പുറം പണം കുറച്ച് അധികം ഉണ്ടാക്കണം. വേറെ വിദേശ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഫാമിലി മെമ്പേഴ്സ് പോയി ജോലി ചെയ്യാൻ സാഹചര്യമുണ്ട്. അച്ഛൻ ഒരു രാജ്യത്ത്, അമ്മ മറ്റൊരു രാജ്യത്ത്. കുട്ടികൾ ഏതെങ്കിലും ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലിലാക്കിയിട്ടൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അവിടെ അവർ എന്ത് ചെയ്യുന്ന കൊടുക്കുന്ന വാല്യൂ സിസ്റ്റം തൽക്കാലത്തേക്കെങ്കിലും എന്താണ് പണപരമായ കാര്യങ്ങൾക്കാണ്. സോ നമ്മൾ ഏത് തരം വാല്യൂ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്ലാനുകളും ഡിസിഷനുകളൊക്കെ പോവുക. സോ അവൈലബിൾ റിസോഴ്സസ് ആണ് മറ്റൊരു കാര്യം. നമ്മുടെ കയ്യിൽ നമുക്ക് നോളജ് ധാരാളം ഉണ്ടോ എങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മുടെ കയ്യിൽ ടൈം ധാരാളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡിസിഷനുകളാണ് നമ്മൾ എടുക്കുക. സമയം കുറവുണ്ടെങ്കിൽ ഡിസിഷൻ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിക്കലായിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും അതും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കും. നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് അതും വളരെ പ്രധാനപ്പെട്ട, എവിടെ എത്തിച്ചേരണം എന്നുള്ളതും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇത്രയും കാര്യങ്ങളാൽ ഫാമിലി ഇൻകം, നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്, വാല്യൂസ്, അവൈലബിൾ റിസോഴ്സസ്, ഫ്യൂച്ചർ ഗോൾസ്, ഇതിനാൽ അതൊക്കെ സ്വാധീനിക്കപ്പെടുന്നിരിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയാണ്? നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തുക. ദെൻ കളക്റ്റിംഗ് ഇൻഫർമേഷൻ, നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ ഈ ഡിസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അറിയേണ്ടത്, ഡാറ്റ ശേഖരണം നടത്തേണ്ടത്, അതിനാണ് കളക്റ്റിംഗ് ഇൻഫർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് കൺസിഡറിങ് ആൾട്ടർനേറ്റീവ്സ് എന്നതാണ്. ആൾട്ടർനേറ്റീവ്സ് കൺസിഡർ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല സാധ്യതകളുണ്ടല്ലോ, അതിൽ ഏറ്റവും നല്ല സാധ്യതകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
ഇനി 4ാമത്തെ പോയിന്റ് ഇതെന്നാണ് ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്കതിൽ ഏത് ആൾട്ടർനേറ്റീവ് ആണ്, ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നമ്മുടെ പണത്തിൻ്റെ ലഭ്യത അനുസരിച്ച്, നമ്മുടെ ടൈമിൻ്റെ ലഭ്യത അനുസരിച്ച്, നമ്മളുടെ മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച്, ഫാമിലി കൊടുക്കുന്ന വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്നാലേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവാലുവേറ്റ് ചെയ്യുന്ന ഡിസിഷൻ, എന്നിട്ട് നമ്മൾ എടുത്ത ഡിസിഷൻ ഓക്കെ ആണോ അത് എന്നൊന്ന് പിന്നീട് വിലയിരുത്തുക. ഇടയ്ക്ക് വെച്ച് അത് മാറ്റം വരുത്തേണ്ടതാണെങ്കിൽ മാറ്റം വരുത്തണം, അത് തന്നെ. ഇനി വൈസ് ഡിസിഷൻസ് ഓൾവേസ് ഹെൽപ്പ് ഫാമിലീസ് യൂസ് റിസോഴ്സസ് പ്രോപ്പർലി ആൻഡ് അവോയ്ഡ് അൺനെസസറി പ്രോബ്ലംസ്. വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഫാമിലികൾക്ക് അവരുടെ റിസോഴ്സസ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു, അൺനെസസറി പ്രോബ്ലംസ് അവർക്ക് കുടുംബത്തിൽ വരുന്നത് തടയാനും കഴിയുന്നു. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഉണ്ടോ? അപ്പോൾ ഇവിടെ ഗ്രാൻഡ് മദർ പറയുന്നത് ഇവിടെ കാണാം അല്ലേ, വി ഹാവ് ടു കൺസിഡർ എവറിത്തിങ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. അതായത് നമ്മുടെ പണം, നമ്മുടെ നോളജ്, നമ്മുടെ സ്കില്ല്, ടൈം, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ട്, നമ്മുടെ ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ ഡിസിഷൻ, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഷെഡ്യൂളിങ് പ്രയോറിറ്റീസ്, മുൻഗണനയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങളെ ആ ഓർഡറിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, സെക്കൻഡ് എന്തിന്, തേർഡ് എന്തിന്, അതാണ് ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ടാലൻറ്റുകൾ, പല സ്കിൽസൊക്കെ ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്, അങ്ങനെ തന്നെ ഇരുന്ന് പോകാനുള്ളതല്ല. എഡ്യൂക്കേഷണൽ പ്ലാനിങ് അതും ചിന്തിക്കണം, സ്പെൻഡിങ്ങിനും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. സോ ടൈം മാനേജ്മെൻറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സസ് എന്ന് പറയാം. ടൈമിൻ്റെ കാര്യത്തിൽ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ, കാരണം ബിക്കോസ് ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഓർ റിക്കവേർഡ്. അതാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ പണം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതിൻ്റെ കാരണമാണ്. അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാനും പറ്റില്ല. സോ എവറി ഫാമിലി മെമ്പർ ഹാസ് ലിമിറ്റഡ് ടൈം ഈച്ച് ഡേ, സോ ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് വൈസ്ലി. അതുകൊണ്ട് നമ്മൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വേണം ടൈം മാനേജ് ചെയ്യാനായിട്ട്. പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് ഹെൽപ്സ് റെഡ്യൂസ് സ്ട്രെസ്. നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാം അല്ലേ. കംപ്ലീറ്റ് വർക്ക് ഓൺ ടൈം, ജോലി സമയത്ത് പൂർത്തീകരിക്കാം. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി കൂട്ടാം. ക്രിയേറ്റ് ബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് റെസ്റ്റ്. വർക്ക് ചെയ്യുന്നതിനിടയിലും റെസ്റ്റിനിടയിലുള്ള സമയം നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് നടപ്പിലാക്കുക? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ടു മാനേജ് ടൈം? യെസ്, പ്രിപ്പയർ ഇൻ ഡെയിലി ഷെഡ്യൂൾസ്. ദിവസേനയുള്ള ടൈം ഷെഡ്യൂൾ നമുക്ക് തയ്യാറാക്കാം. എന്നിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുക, ഏതിന് പ്രാധാന്യം കൊടുക്കണം. അപ്രധാനമായ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പിന്നീടത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, പക്ഷേ പ്രധാനപ്പെട്ടത് പ്രയോറിറ്റീസ് നമ്മൾ ആദ്യം ചെയ്യണം. ഡിവൈഡിങ് വർക്ക് എമംഗ് ഫാമിലി മെമ്പേഴ്സ്. എല്ലാ ജോലികളും കൂടി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നടക്കില്ല. കുറേ ജോലികൾ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണെങ്കിൽ കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഗ്രാൻഡ് പാരൻസിന് ചെയ്യാവുന്നതാണെങ്കിൽ അത് അവർക്ക് ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ശ്രദ്ധ, നോട്ടീസ്, ചില കാര്യങ്ങൾ മോണിറ്റർ ചെയ്യില്ല, അതൊക്കെ വലിയ ഓടിച്ചാടി നടക്കാതെ തന്നെ അവരുടെ ആരോഗ്യത്തിന് സാധിക്കാവുന്ന കാര്യങ്ങൾ, ഓർമ്മപ്പെടുത്തലുകളൊക്കെ അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അവോയ്ഡിങ് അൺനെസസറി ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യുക. അത്ര പ്രധാനമല്ലാത്തതിനെ അവോയ്ഡ് ചെയ്യുക. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പെർഫെക്ഷനിൽ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് അപ്രധാനം എന്ന് തൽക്കാലം തോന്നുന്നതൊക്കെ ഒഴിവാക്കുക. മോഡേൺ അപ്ലയൻസസ് ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് കുറേ ടൈം സേവിങ് ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലേ, ഇന്നത്തെ ആധുനിക ലോകത്തെല്ലാം അത് തന്നെയാണല്ലോ. പണ്ട് കാലത്ത് അലക്കുന്നതും അരക്കുന്നതും ഒക്കെ മനുഷ്യരായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ ഇങ്ങോട്ട് മാറി, യന്ത്രങ്ങളിലേക്ക് മാറി. സോ മോഡേൺ റൂം ക്ലീൻ ചെയ്യുന്നത്, അടിച്ചു വാരുന്നത്, പൊടി തുടയ്ക്കുന്നത് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ വാക്യൂം ക്ലീനറുകൾക്ക് മറ്റുമായി അല്ലേ, വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലായിട്ടുള്ള ഒരുപാട് മോഡേൺ ഗാഡ്ജറ്റ്സ് നമുക്കുണ്ട്. ഗുഡ് ടൈം മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ പീസ്ഫുൾ ആൻഡ് ഓർഗനൈസ്ഡ് ഫാമിലി ലൈഫ്. നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ് നമുക്ക് കിട്ടുന്നതാണ്. സോ എനർജി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എനർജി ഒരു റിസോഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അടുത്ത പോയിന്റ് അപ്പോൾ അത് തന്നെയാണ്. എനർജി മാനേജ്മെൻറ്റ് മീൻസ് യൂസിങ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എനർജി കെയർഫുള്ളി വൈൽ ഡൂയിങ് വർക്ക്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ എനർജിയും മെൻ്റൽ എനർജിയും വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വിനിയോഗിക്കണം. പുവർ എനർജി മാനേജ്മെൻറ്റ് മേ കോസ് ടയർഡ്നെസ്. എനർജി മാനേജ്മെൻറ്റ് ശരി അല്ലെങ്കിൽ ഒരുപാട് അമിതമായി പണിയെടുത്ത് ക്ഷീണം ഉണ്ടാകാൻ കാരണമാവും. സ്ട്രെസ്സ് കുറയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സ്ട്രെസ്സ്, പക്ഷേ പുവറായിട്ടുള്ള എനർജി മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ സ്ട്രെസ്സ് കൂടും, ഹെൽത്ത് പ്രോബ്ലംസും ഒടുവിലുണ്ടാകും നടത്തും. അപ്പം ഇപ്പം നിവർന്നിരിക്കാൻ കഴിയാത്ത വ്യക്തി, പോസ്ചർ കറക്റ്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ നടുവിന് വേദന ഉണ്ടാവും, അവസാനം വലിയ പ്രശ്നത്തിൽ കലാശിക്കും. വർക്ക് പ്ലേസ് ആർച്ച് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അറേഞ്ചിങ് വർക്ക് പ്ലേസ് പ്രോപ്പർലി. വർക്ക് പ്ലേസ് എന്തുണ്ട് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബെസ്റ്റ് ആർച്ച് എന്ന് പറയുന്നത് എന്താണ്, ടേക്കിംഗ് എ റെഗുലർ റെസ്റ്റ്. റെഗുലറായി റെസ്റ്റ് എടുക്കുക. അതായത് അപ്പോഴാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ ഉറങ്ങുകയേ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്.
അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടയർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കുക, അവസാനം രോഗങ്ങളിലേക്ക് പോകും. സോ ഷെയറിങ് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ പലർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ യൂസിങ് ലേബർ സേവിങ് ഡിവൈസസ്, മെഷീൻസ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ മെഷീൻസ് കൊണ്ട് തന്നെ ചെയ്യട്ടെ. അത്രയും ടയർഡ്നെസ്സും എനർജിയും ഒക്കെ സേവ് ചെയ്യുന്ന, ടയർഡ്നെസ് കുറയ്ക്കാൻ സാധിക്കുന്നു, എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ആ സമയം കൂടി നമുക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനർജി എങ്ങനെ കൺസർവ് ചെയ്യാം, അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രോപ്പറായ പോസ്ചർ യൂസ് ചെയ്യുക, നേരെ നിവർന്നിരിക്കാനൊക്കെ പഠിക്കുക. കിടക്കുന്നതിനും അതിൻ്റെതായ ശരിയായ രീതികളൊക്കെ ഉണ്ട്. അറേഞ്ചിങ് വർക്ക് പ്ലേസ് പ്രോപ്പറായിട്ട് നമ്മുടെ ജോലി സ്ഥലത്തെ അറേഞ്ച് ചെയ്യുക, എല്ലാം അതതിൻ്റെ സ്ഥലത്ത് കൃത്യമായ ടൂൾസൊക്കെ എടുത്ത് വയ്ക്കുക. ടേക്കിംഗ് റെഗുലർ റെസ്റ്റ്, മുടങ്ങാതെ റെസ്റ്റ് എടുക്കുക. ഷെയറിങ് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക. യൂസിങ് ലേബർ സേവിങ് ഡിവൈസസ്. അങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വർക്ക് പെർഫോമൻസ് ഇംപ്രൂവ്ഡ് ആവും. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെയാണ് അവസാനം. ഇനി പണമാണ് മറ്റൊരു റിസോഴ്സ്. മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ പറയാതെ പറ്റില്ല. മണി മാനേജ്മെൻറ്റ് ഈസ് ദ കെയർഫുൾ പ്ലാനിങ് ആൻഡ് യൂസ് ഓഫ് ഫാമിലി ഇൻകം ടു മീറ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. കാരണം കുടുംബത്തിന് ഇന്നത്തെ വരുമാനം ചിലപ്പോൾ ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാവിയിൽ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകുമ്പോൾ അന്നും ജീവിതാവശ്യങ്ങളുണ്ടാവും. അപ്പോഴത്തേക്ക് വേണ്ടി കൂടി ഫ്യൂച്ചർ നീഡ്സും കൂടി കരുതിക്കൊണ്ട് വേണം നമ്മളത് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യാൻ. സോ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ് മണി മാനേജ്മെൻറ്റിൻ്റെ? ബജറ്റിംഗ് ഒരു ആസ്പെക്റ്റാണ്. സേവിങ്, സമ്പാദ്യം. കൺട്രോളിങ് എക്സ്പെൻസസ്, ചെലവുകൾ നിയന്ത്രിക്കൽ. വൈസ് സ്പെൻഡിങ്, ബുദ്ധിപരമായ ചെലവഴിയൽ. പ്ലാനിങ് ഫോർ എമർജൻസീസ്, അടിയന്തര ഘട്ടങ്ങളിൽ പ്ലാൻ ചെയ്യൽ. ഇനി ഫാമിലി ബഡ്ജറ്റ് എന്താണ്? എ ഫാമിലി ബഡ്ജറ്റ് ഈസ് എ റിട്ടൺ പ്ലാൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ എ സർട്ടൻ പീരീഡ്. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കുള്ള എഴുതി തയ്യാറാക്കിയ വരുമാനത്തിൻ്റെയും ചെലവിൻ്റെയും ഒരു പ്ലാനാണ് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചെലവുകൾ എന്തൊക്കെയാണെന്നൊന്ന് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള ചെലവുകളെ ഒന്ന് ട്രാക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അവോയ്ഡ് ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യുക. ഇൻക്രീസ് സേവിങ്സ് വർദ്ധിപ്പിക്കുക. അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. ബജറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രോപ്പർ ഫിനാൻഷ്യൽ കൺട്രോൾ കൊണ്ടുവരിക. റെഡ്യൂസ്ഡ് ഫിനാൻഷ്യൽ സ്ട്രെസ്സ് അതുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളതാണ്. കാരണം സാമ്പത്തികപരമായി പണമില്ലാണ്ടാവുമ്പോൾ വലിയ മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും. അത് കുറയ്ക്കുക. ബെറ്റർ സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക. ഇംപ്രൂവ്ഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഫാമിലി ബഡ്ജറ്റ് വളരെ കോംപ്രഹെൻസീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇൻകം പ്രധാനമായി നോക്കണം, സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണം നീക്കി വയ്ക്കാൻ നോക്കണം, ചിലവുകളെയും പരിഗണിക്കാം. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലി ഇൻകം. ചിലപ്പം മദേഴ്സ് സാലറി ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഫാദേഴ്സ് സാലറി, അതർ ഇൻകം. ചിലപ്പോൾ റെൻറ്റിനൊക്കെ കൊടുത്ത കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ വാടകയൊക്കെ നമുക്ക് അതർ ഇൻകം ആയിട്ടാണ് കേൾക്കാം. എമർജൻസി ഫണ്ട്, റിട്ടയർമെൻറ്റ്, എഡ്യൂക്കേഷൻ ഫണ്ട്, വെക്കേഷൻ, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചറിലേക്കുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണെന്നുള്ളതാണ് പറഞ്ഞത്. സ്റ്റേബിൾ ഇൻകം. ഇനി കൺട്രോൾഡ് സ്പെൻഡിങ്, ലിവിങ് വിത്തിൻ അവർ മീൻസ്. നമ്മുടെ വരുമാനത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. വരുമാനവും ചെലവും തട്ടിച്ച് നോക്കിക്കൊണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ച് പണം സമ്പാദിക്കാനും കൂടി മാറ്റി വയ്ക്കാൻ കഴിയണം. അതാണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഫണ്ട് നീക്കി വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് അതിൻ്റെ പ്രാധാന്യം? Family resource management is important because it improves the quality of life and helps families achieve their goals effectively. കുടുംബങ്ങൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ ഫലപ്രദമായി നേടാൻ കഴിയുന്നതാണ്. അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എണ്ണിയാൽ തീരില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബെറ്റർ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ് ഒരു പോയിന്റ്. 2, വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു. സേവിങ്സ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയരുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയുന്നു, എല്ലാവരുടെയും സംഘർഷങ്ങൾ കുറയുന്നു. അതുപോലെ തന്നെ സ്ട്രോങ്ങർ ഫാമിലി റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു. അച്ചീവ്മെൻ്റ് ഓഫ് ഫാമിലി ഗോൾസ്, കുടുംബത്തിൻ്റെതായ ലക്ഷ്യങ്ങൾ അതിവേഗം നേടാൻ എല്ലാവർക്കും സാധ്യമാവുന്നു. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓൾസോ ഡെവലപ്സ് എ ഡിസിപ്ലിൻ, കോഓപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഫാമിലി മെമ്പേഴ്സ്. നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അച്ചടക്കം, സഹകരണം, ഉത്തരവാദിത്തം എല്ലാം കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. സോ നമ്മൾ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫാമിലീസ് മേ ഫേസ് സെവറൽ ഡിഫിക്കൽട്ടീസ് വൈൽ മാനേജിങ് റിസോഴ്സസ്. എന്തൊക്കെയാണ്? ലിമിറ്റഡായ ഇൻകം ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നം തന്നെയാണ്. ടൈം ഇല്ലെങ്കിലോ, ഇൻകം ഒക്കെ ഉണ്ട്, ടൈം ഇല്ല, ലാക്ക് ഓഫ് ടൈം.
വേറെ ഒന്ന് ഇൻക്രീസിങ് എക്സ്പെൻസ്, ചിലവുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, യുദ്ധകാലഘട്ടങ്ങളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ചിലവുകൾ വൻതോതിൽ കൂടിക്കൊണ്ടിരിക്കും അല്ലേ. സോ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. പുവർ പ്ലാനിങ് ശരിയല്ലെങ്കിലോ അപ്പോഴും കുഴപ്പമില്ല, നമ്മുടെ പ്ലാൻ ഒന്നും അങ്ങോട്ട് ശരിക്കും വിജയിക്കുന്നില്ല. പ്ലാനുകളിൽ നമ്മൾ വിചാരിച്ച പല ആകസ്മികമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതിനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, പ്ലാൻ ചെയ്തിട്ട് പോലും നമ്മുടെ പ്ലാനിൻ്റെ ഏഴയലത്ത് പോലും ഉണ്ടായിരുന്നില്ല അത്തരം സംഭവങ്ങളൊക്കെ വരുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം, അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ അല്ലേ. ലാക്ക് ഓഫ് കോപ്പറേഷൻ എമംഗ് ഫാമിലി മെമ്പേഴ്സ്, കുടുംബാംഗങ്ങൾ ചില ആൾക്കാർ സഹകരിക്കാതെ വരുമ്പോഴും നമ്മുടെ പ്ലാനിങ് വിജയിക്കാതെ പോകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമർജൻസീസ് വരുന്നു, ഇതൊക്കെ നമുക്ക് നേരിടാവുന്ന പ്രോബ്ലംസ് ആണ്, കോമൺ പ്രോബ്ലംസ് ആണ് കേട്ടോ. ഫാമിലി മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫിക്കൽട്ടീസ് ഇതൊക്കെയാണ് കേട്ടോ. ഇനി ദീസ് പ്രോബ്ലംസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ത്രൂ പ്രോപ്പർ പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് വരുന്നില്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെയും കൂടി പ്ലാനിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ എന്താണ് വഴി എന്ന് ചിന്തിക്കണം. വേസ് ടു ഇംപ്രൂവ് റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇനി റിസോഴ്സ് മാനേജ്മെൻറ്റിനുള്ള വഴികളാണ്. ഫാമിലീസ് ക്യാൻ ഇംപ്രൂവ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ബൈ പ്ലാനിങ് ആക്ടിവിറ്റീസ് ഇൻ അഡ്വാൻസ്, പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യൽ. പ്രിപ്പയറിംഗ് ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യൽ. ഡിവൈഡിങ് റെസ്പോൺസിബിലിറ്റീസ് ഈക്വലി, ഉത്തരവാദിത്തങ്ങളുടെ തുല്യമായി വീതം വെച്ച് കൊടുക്കൽ. അവോയ്ഡിങ് വേസ്റ്റേജ് കുറയ്ക്കൽ. സേവിങ്സ് റെഗുലർലി, നിരന്തരമായി സേവ് ചെയ്യൽ. ഇംപ്രൂവിങ് നോളജ് ആൻഡ് സ്കിൽസ്, നമ്മുടെ നോളജും സ്കിൽസും ഇംപ്രൂവ് ചെയ്യൽ. യൂസിങ് മോഡേൺ ടെക്നോളജി ആൻഡ് അപ്ലയൻസസ്, മോഡേൺ ടെക്നോളജി അപ്ലയൻസ് ഉപയോഗിക്കൽ. ഇതൊക്കെയാണ്. സോ ഗുഡ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഹെൽപ്പ് ഫാമിലീസ് ലിവ് മോർ കംഫർട്ടബിളി ആൻഡ് എഫിഷ്യൻ്റ്ലി എന്നാണ് പറയാം. നമ്മൾ ചാപ്റ്റർ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. 25 മിനിറ്റ് കൊണ്ട് നമ്മൾ തീരണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞു പോയി. കൺക്ലൂഷൻ: ഫാമിലി റിസോഴ്സസ് ആർ വാല്യുബിൾ അസറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഫാമിലീസ് മീറ്റ് ദർ നീഡ്സ് ആൻഡ് അച്ചീവ് ഹാപ്പിനെസ്, സെക്യൂരിറ്റി ആൻഡ് സക്സസ്. കുടുംബങ്ങൾക്ക് സന്തോഷം, സുരക്ഷിതത്വം, വിജയം ഒക്കെ നേടിക്കൊടുക്കാനായിട്ട് ഫാമിലി റിസോഴ്സസ് ഉപകരിക്കുന്നു. അത് വാല്യുബിൾ, അമൂല്യമായ ആസ്തികളാണ് കുടുംബത്തെ സംബന്ധിച്ച്. ഇനി പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് നമുക്ക് ഈ റിസോഴ്സിൻ്റെ കാര്യത്തിൽ വേണം. ടൈമിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിലൊക്കെ പ്രോപ്പർ മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് പോസിബിളാവും. അതേസമയം വൈസ് പ്ലാനിങ് ആൻഡ് കെയർഫുൾ യൂസ് ഓഫ് റിസോഴ്സസ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഹെൽപ്സ് ഫാമിലീസ് ഫേസ് ഫ്യൂച്ചർ ചാലഞ്ചസ് കോൺഫിഡൻ്റ്ലി. ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയരും നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് കെയർഫുൾ ആയിട്ടും പ്ലാൻ ചെയ്താൽ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടാം. വൈസ് മാനേജ്മെൻറ്റ് ട്രാൻസ്ഫോംസ് ലിമിറ്റഡ് റിസോഴ്സസ് ഇൻടു എ സക്സസ്ഫുൾ ആൻഡ് ഹാപ്പി ഫാമിലി ലൈഫ്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വൈസ് മാനേജ്മെൻറ്റ് നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് ആണെങ്കിൽ കൂടി ഹാപ്പി ഫാമിലി ലൈഫിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കാനായിട്ട് കഴിയുന്ന ഒരു വലിയ ടൂളാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. താങ്ക് യു.